അങ്ങനെ ഗൈസ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ സോയ്. ഒടുക്കത്തെ തിരക്ക്. എപ്പോൾ കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ലെറ്റ്സ് സീ ഗൈസ്. എന്തെങ്കിലും കഴിക്കാൻ ഉള്ള പ്ലാനാണ്. ന്യൂ ഇയർ ആയിട്ട് അതേ ഉള്ളൂ പരിപാടി. സീറ്റ് ഇട്ടട്ടെ ഗൈസ്, വരാം. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ലിറ്റിൽ സോയിലല്ല, പക്ഷേ നമ്മൾ ലിറ്റിൽ സോയെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നു. മതിയായി. എടാ എനിക്ക് പറയാനുള്ളത് ശരിയാണ്, ന്യൂ ഇയർ ആണ്, തേങ്ങയുടെ അരിയാണ്. നമ്മളവിടെ 1.5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യണേ. അവിടെ വന്ന കപ്പിൾസിനും ഫാമിലിക്കും പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ഒരുമാതിരി പിച്ചക്കാരന്മാരെ പോലെ സൈഡിൽ നിർത്തി. എനിക്ക് അതിലാണ് ദേഷ്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നൊരു പരിപാടി ഇല്ലേ, അതല്ലേ മര്യാദ. എത്ര നേരമായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഈ ഭയങ്കര വിഷമം, ബിക്കോസ് എന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് കടയാണത്. ഒരു ഞാൻ വല്ല പറഞ്ഞ കൂടി വേണ്ട. എന്റെ മാനേജർ ബാഡ് മൂഡിലാണ് കേസ്. അങ്ങേര് ഭയങ്കരമായിട്ട് ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാറിനൂടാത്ത ഒരുത്തനാണ് പിടിച്ച് മാനേജറായിട്ട് നിർത്തിയിരിക്കുന്നത്. അത് ഭയങ്കര ശോകമാണ് കേസ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ദിവസത്തിലൊക്കെ കുറച്ച് അത്യാവശ്യം കഴിവുള്ളവരെയൊക്കെ പിടിച്ചവിടെ നടത്തണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് ബഹളം. ഇതിപ്പം ദേഷ്യപ്പെടുന്നവരെയൊക്കെ അവർ ആദ്യമേ അങ്ങ് കയറ്റി. നമ്മൾ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അവസാനം പിന്നെ നമ്മളൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി. സോ അതായിരുന്നു കേസ് ലിറ്റിൽ സോയി അനുഭവം. പക്ഷേ ഇവിടെ പുതിയ ആംബിയൻസ് പുതിയ കൊക്കോട്ടറി വന്നിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. നൈസ്, അടിപൊളി, നല്ല രസമുണ്ട്. ഔട്ട് സൈഡും ഉണ്ട്, അകത്തും ഇരിക്കാം. കിടിലം കേട്ടോ, നല്ല ആംബിയൻസ്. പക്ഷെ മെനു ഭയങ്കര ലിമിറ്റഡ് ആണ്. ഇപ്പോഴാണ് തുടങ്ങിയുള്ളൂ. കാരണം അധികം സാധനമൊന്നും വന്നിട്ടില്ല. സോ ലെറ്റ്സ് സീ. ഞാനൊരു പ്രോൺ റിസോർട്ടോ പറഞ്ഞിട്ടുണ്ട്, ഒരു ചിക്കൻ റോട്ടിസറി. സോ വന്നിട്ട് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കട്ടോ. ന്യൂ ഇയർ തുടങ്ങി ഭാഗ്യം, ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ദേഷ്യമൊക്കെ പെട്ടതൊക്കെ മൊത്തം ന്യൂ ഇയറിന് മുമ്പാണ്. പണ്ട് 2025 നമ്മള് വിളിക്കാനുള്ള തെളിയൊക്കെ നന്നായില്ലേ, പട്ടിണി കിടന്നേന്. അതെ, ഈ ഒരു കട ഉള്ളതുകൊണ്ട് ഇന്ന് പട്ടിണി കിടക്കുക. എല്ലായിടത്തും ഫുള്ള്, ഒരു രക്ഷയില്ല. റിസർവേഷനും ഇടിയും ബഹളവും തള്ളും. നമ്മളൊരു റൗണ്ട് അടിച്ച് നോക്കിയാണ്, എല്ലാ കടകളും ഫുള്ള്. പിന്നെ ഒന്നും പറയില്ല ഗൈസ്, എല്ലാവരും എൻജോയ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരും ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. സോ ലെറ്റ്സ് സീ. വേറെ വിറ്റ് ആൾക്കാരും ഉള്ളിൽ ചില്ല് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമ്മളിപ്പം പയ്യ നമ്മൾ കിട്ടിയത് വെച്ച് ഓണം. നമ്മൾ ഓൾറെഡി മൈൻഡിൽ ഒരു 3 സാധനം കഴിക്കാനാണ് അവിടെ പോയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യണതേ. ഇയാള് വന്നിട്ട് നമ്മളവിടെ നമ്മളവിടെ നിന്നതിനും കഴിഞ്ഞേ വന്ന ആൾക്കാരെ വരെ കയറ്റി ഇരുത്തുക. നമ്മൾ പിന്നെ എനിക്കതാണ് ഭ്രാന്ത് വന്നത്. ഞാൻ അവിടെ നിന്നേനെ കുറച്ചും കൂടെ. അതെ ഗൈസ്, ഇന്ന് കുറച്ച് വെയിറ്റിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ന്യൂ ഇയറിന് മുമ്പേ തന്നെ ഇതൊക്കെ അങ്ങ് തീർന്നത് നന്നായി. വിളിക്കാനുള്ള തെറിയ ന്യൂ ഇയറിന് മുമ്പേ തന്നെ വിളിച്ച് തീർത്തു. അപ്പോൾ എന്തായാലും ശരി ഗൈസ്, നമ്മൾ ഫുഡ് വരട്ടെ, കഴിച്ചു നോക്കാം. ബൈ ഗൈസ്. ഇതാണ് എൻ്റെ ഡ്രിങ്ക്, റെഡ് ഹേവൻ. ഇതിൽ ബീട്രൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ, ലൈം എല്ലാം ഉണ്ട് കേട്ടോ. എന്താടാ പറഞ്ഞ പാഷൻ ഫ്രൂട്ടാ ഇത് ലിച്ചിയോ? കുടിച്ചു നോക്കട്ടെ, തൊള്ളാവില്ല എന്നുള്ളതാണ് കൂടെ മിക്സ് ചെയ്യട്ടെ ആദ്യം. നല്ല റിഫ്രഷിങ്. പക്ഷെ കൂടുതലും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റാണ്. എനിക്കൊന്നിന് ഹെൽത്തി, എനിക്കൊന്ന് ഇതൊരു സൈനാണെന്ന് തോന്നുന്നു. ഹെൽത്തി കുട്ടനാവാനുള്ള അടുത്ത വർഷത്തേക്ക് അല്ലേ? അതെ ഗൈസ്, ഇതൊരു ഹെൽത്തി കുട്ടനാവാനുള്ള സൈനാണെന്ന് തോന്നുന്നു. ഓഹ്, ബീട്രൂട്ട് അവൻ്റെ കൊള്ളാന്ന് തോന്നുന്നു. ലിച്ചിയാണെന്ന് തോന്നുന്നു. ലിച്ചിയുടെ എന്തോ സാധനം. അത് കൊള്ളാം. ആവശ്യത്തിലധികം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് കേട്ടാ ഹെൽത്തിയാണ് ഈ സാധനം. പിന്നെ ഫുഡ് വേണ്ട. എൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ സാധനം വന്നിരിക്കുകയാണ്. ഫാൻസിയുടെ സീബാസും പ്രോൺ റിസോർട്ടോയും. എന്തായാലും വെയിറ്റ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെ തിന്നാന്ന് വിചാരിച്ചു. ആണ്ട് ഒരുത്തൻ്റെ റോട്ടിസറി ചിക്കൻ അവിടെ റോട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അവൻ ഒന്നാതെ അവിടെ തെറി വിളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇതിവിടെ കണ്ടപ്പോൾ അവൻ്റെ വിശപ്പ് കൂടി. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അവൻ്റെ ചിക്കനും വന്നിട്ടുണ്ട്, റോട്ടിസറി ചിക്കൻ. റോട്ടിസറി ചിക്കൻ മറ്റേ കട്ട് ചെയ്ത് 2 വെച്ചേക്കാണ്. എങ്ങനെയുണ്ട്? കഴിക്കട്ടെ. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ കുഴപ്പമില്ല. പൊട്ടാറ്റോയും ചിക്കനും. ആദ്യം എവന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എൻ്റെ തിന്നാൻ ഗൈസ്. കൊള്ളാം കേട്ടോ. ഭയങ്കര ടെൻഡറാണെന്ന് പറഞ്ഞല്ലോ, പൊടിഞ്ഞ ടെൻഡർ. മൈ ഗാഡ്, കട്ട ടെൻഡറാണ് ഗൈസ്. കരയണം, ചിരിക്കണം. ഓഹോ, നൈസാണോ? ഇതില്ല ഇഷ്ടപ്പെടുന്നു. ഫോണിലൊക്കെ ആക്കിയാലാണ് നിന്റെ ടേസ്റ്റിംഗ് എന്നുണ്ട്. നിന്റെ ടേസ്റ്റിംഗ് ആണ്. അടുത്ത വെച്ചോ, നീ തന്നെ സെൽഫി എടുത്ത് ചെയ്തോ. ഫോക്കസ് ഫിഷ് റിസോർട്ടോ കഴിച്ചോളാം. സൂപ്പർ സാധനം. ഇത് കഴിച്ചു ചിക്കൻ. അതെന്നെ ഇടിലും സ്മോക്കി ടേസ്റ്റ് അടിപൊളിയല്ലേ? അതാ 5 സ്പൈസസ് എൻ്റെ ഒരു സ്മോക്കിനെസ് കൂടെ ആകുമ്പോൾ ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റ് അല്ലേ?
അകത്ത് സോഫ്റ്റ് കഴിച്ചത് കൊള്ളാം. സൂപ്പർ അല്ലേ? അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല ഫുഡ് കിട്ടി. എന്തുകൊണ്ടും നന്നായി. അവിടെ കയറാത്ത സൂപ്പർ. ഗൈസ് കഴിച്ചിട്ട് വരാം. നൈസ് ഫുഡ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഹലോ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സനി ഇതായിരുന്നു. ആഹാ സൂസി is here. സൂസൻ തോമസ് is here. പിന്നെ പുള്ളി അതിന്റെ അകത്ത് ബിസിയാണ്. Dr. George. പറഞ്ഞോ എന്റെ ENT ഡോക്ടർ. നീയും ഡോക്ടർ ആവാൻ തന്നെ തീരുമാനിച്ചല്ലേ? നെയ്ബേഴ്സ് ആയിരുന്നു ഗൈസ്. വൈ കുറച്ച് നാളായി Why? കണ്ടിട്ട്. ആണോ? അപ്പം Then it's fine. ഫുൾ ഫാമിലി. ഫോട്ടോ അല്ല, വീഡിയോ വ്ളോഗില്ല. അല്ലേ ഫോട്ടോ എടുക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ബൈ ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോകാൻ പോവുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി 2026. ഹാപ്പി 2026. വീട്ടിൽ പോയിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റുമോ നമ്മുടെ ഗൈസ്? 12 മണിയാവാൻ ഒരു മിനിറ്റ് എല്ലായിടത്തും വെടി പൊട്ടി തുടങ്ങി. നമ്മൾ ഏത് സൈഡിലോട്ടാണ് വെടി കൂടുതലുള്ളത് അവിടെ ഫോക്കസ് ചെയ്യാം. സൈഡിലൊന്നും ആരും പൊട്ടിക്കുന്നില്ല ഗൈസ്. ന്യൂ ഇയർ ഇവിടെ നല്ല ഫുൾ സിറ്റിയിൽ നടക്കുന്നതെല്ലാം കാണാൻ പറ്റും ഗൈസ്. ഓ മൈ ഗോഡ്, ഒരു പടക്കം പൊട്ടൽ ഗൈസ്. പെട്ട വൈബാണല്ലോ ഗൈസ്. അതായത് കംപ്ലീറ്റ് കൊച്ചി നടക്കുന്ന മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ പൊന്നോ, ആക്ച്വലി ഇങ്ങനെ ഫയർ വർക്സ് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഓ, ഹെലിപ്പാഡിൽ കയറി കഴിഞ്ഞാൽ ഗൈസ് ഇതേപോലെ 4 സൈഡിലും പടക്കം പൊട്ടുന്നുണ്ട്. വാവ്. ഓ ഗൈസ്, അവിടെ ആ സൈഡിലുണ്ട്. പൊളി പൊളി. വാവ്, പൊളി ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇത്രയും സെറ്റപ്പ് ഫയർ വർക്സ് നിങ്ങൾ കൊച്ചിയിൽ ഏതെങ്കിലും പോയിന്റിൽ കണ്ടിട്ടുണ്ടോ? കംപ്ലീറ്റ് കാണാൻ പറ്റും. അതായത് സിറ്റിയിൽ എവിടെയൊക്കെ വെടിയിറങ്ങുന്നുണ്ടോ അതെല്ലാം കംപ്ലീറ്റ്. ഓ വാവ്, ഒരു രക്ഷയല്ല ഇത്. അടിപൊളി. ആ ഏരിയയിലാണ് കൂടുതലും. നൈസ്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. 2026 ആയിരിക്കുകയാണ്. വെടിക്കെട്ടൊക്കെ ഇങ്ങനെ കാണുക. അത്ര ആ തിരക്കിലൊക്കെ പോയിരുന്നു രാന്തൊടിയുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ കാണുന്നതാണ് ഗൈസ്. സിറ്റിയിൽ എവിടെയൊക്കെ വെടിക്കെട്ടുണ്ടോ അതെല്ലാം ഞാൻ കണ്ടു. താഴെപ്പോട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളെ വീട്ടിൻ്റെ മുകളിലത്തെ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് താഴെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാർത്തി വിളിച്ചായിരുന്നു. കാർത്തിയും വർഷയും കൂടെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലെത്തി തിരിച്ച്. അപ്പോൾ അങ്ങനെ അവർ ഉടനെ വരും. അപ്പോൾ എനിവേസ് ഗൈസ്, എല്ലാവർക്കും ഒരു സൂപ്പർ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. 2026 എല്ലാവർക്കും നല്ലതാവട്ടെ. എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ തുടങ്ങണം ഗൈസ്. ഒന്നും മാറ്റി വെക്കണ്ട, പേടിച്ചിരിക്കണ്ട. അപ്പം നിങ്ങൾ കണ്ടു കാണും. ഇപ്പം എനിക്ക് ഇത്രയും ഞാൻ പറഞ്ഞേ ഒട്ടും സോഷ്യൽ അല്ലാത്ത ഞാൻ വ്ളോഗിങ് തുടങ്ങി ഇത്രയും കംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈസി ആയിട്ട് തുടങ്ങാം ഗൈസ്. കുറച്ചൊരു ഡെഡിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി വേണമെന്നേ ഉള്ളൂ. സോ ഈ 2026 ഞാനും കുറച്ചുകൂടെ എന്നെ ബെറ്റർ ആക്കാൻ നോക്കും. എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞേ ഗൈസ്, വേറെ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തൊക്കെയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്നുള്ളത്. ബട്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ മോർ എക്സ്പീരിയൻസസ് ആൻഡ് പരിപാടീസ് ദിസ് ഇയർ 2026. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ അപേക്ഷിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും ചമ്മലൊക്കെ മാറി ഞാൻ എന്താ പറയുമല്ലോ ഇതായിട്ടൊരു കംഫർട്ട് ഇതിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും എന്താ പറയുമല്ലോ പോസിറ്റീവായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റുമാണ് ഗൈസ്. സോ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇതേപോലെ വ്ളോഗ് ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കാർത്തിയും ഷാസൊക്കെ എനിക്ക് ചെയ്ത പോലെ നിങ്ങളും ചെയ്യുക. അവരുടെയൊക്കെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ചിലപ്പോൾ ആ ഒരൊറ്റൊരു എന്താ പറയുക ഒരു പുഷ് മതിയായിരിക്കും. അപ്പോൾ ആ ഒരു പുഷ് നിങ്ങൾ കഴിയുന്ന രീതിയിൽ കൊടുക്കുക ഗൈസ്. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്താണ്ടല്ലോ ഗൈസ്. നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റ് ഒക്കെ സത്യം തന്നെ പേഴ്സ്യൂ ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ വേറെ ആരുടെയും അഭിപ്രായം ഒന്നും നോക്കണ്ട ഗൈസ്. വാട്ട് യു ഫീൽ അത് ചെയ്യുക. എത്ര നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഗൈസ് ധൈര്യമായിട്ട് ചെയ്യുക. ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ. എനിക്കിത് നല്ല രീതിയിൽ സന്തോഷം തരുന്നുണ്ട്. ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം എനിക്കിഷ്ടമാണ്. പിന്നെ യെസ്, എൻ്റെ ആ ഒരു മടിയും ചമ്മലും ഒക്കെ മാറി വരുന്നുണ്ട്. സോ I am happy guys doing this thing. അപ്പം 2026 നമ്മൾ പൊളിക്കും. So thank you so much guys for being with Call Me Flash and for supporting me. It's a small YouTuber. Thank you so much. Bye.